ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഗുഡ് മോർണിംഗ് വീഡിയോ അല്ല. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ച്, ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, ആ നേരം എനിക്ക് 10 ദിക്റല്ലിക്കൂടെയെന്ന് ചോദിച്ചതാട്ടോ. അപ്പം എനിക്കതിൽ പിന്നെ അവരെന്നെ ഒരു പരിഹാസത്തോടു കൂടിയാണ് പറഞ്ഞതെങ്കിലും കൂടി എനിക്കത് ഇഷ്ടമായിട്ട് എന്തായാലും. കാരണം അവരെൻ്റെ വീഡിയോ കണ്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് ആയത്. അവർ പരിഹസിച്ചിട്ടാണ് ചോദിച്ചത്, എന്നാലും എനിക്കത് സന്തോഷമായി. അപ്പോൾ ദിക്റ് ചൊല്ലിക്കൂടെ, ഫോണിലിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടിരിക്കണ നേരം ദിക്റ് ചൊല്ലിക്കൂടെ എന്നാണ് ചോദിച്ചത്. ആ ചോദിച്ചത് അപ്പം ഞാൻ അവരോട് മറുപടി ഒന്നും പറഞ്ഞില്ല, ഞാനൊന്ന് ചിരിച്ചിട്ട് പോയി. അവർ പരിഹസിച്ചിട്ട് പറഞ്ഞതാണ് കൂടി എനിക്കപ്പോൾ ദേഷ്യമൊന്നും തോന്നിയില്ല. അപ്പോൾ തോന്നിയത് ഇതാണ്, എൻ്റെ വീഡിയോ അവർ കണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് അപ്പോൾ തോന്നിയത്. അപ്പോൾ അവരോട് കൂടി അവർക്കുള്ള മറുപടി ഒന്നല്ല ഞാൻ പറയുകയാണ്. നമ്മൾ ദിക്റ് ചെല്ലണത് നമ്മൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. ദിക്റ് ചെല്ലണതും നിസ്കരിക്കണതും നോമ്പ് വെക്കണതൊക്കെ നമ്മൾ അള്ളാഹുവിനോടുള്ള ഒരു ആരാധന ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ 10 ആൾക്കാർ കാണിച്ചാലും നമ്മൾക്ക് ചെയ്തോളണമെന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ എത്ര ടൈം വേണം? കൂടി ഒരു 10 മിനിറ്റ് വേണം, അത്രയല്ലേ വേണ്ടുള്ളൂ. നമുക്ക് ദിക്റ് ചെല്ലാനും നിസ്കരിക്കാനൊക്കെ സമയം വേറെ ഉണ്ട്. അതിനൊക്കെ ഓരോരോ സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് ചെയ്യണ്ടുള്ളൂ. പിന്നെ അധ്വാനികളായ സ്ത്രീകളുണ്ടാവും, അധ്വാനിക്കാൻ പോയി കൊണ്ടുവന്നിട്ട് കുടുംബം കഴിയുന്ന സ്ത്രീകളുണ്ടാവും. അവർക്കൊന്നും ഇപ്പോൾ 10 ആൾക്കാരെ ബോധിപ്പിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിനോടുള്ള ആരാധന കാര്യങ്ങളായാലൊന്നും നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുക, അന്തുവാൾ അധ്വാനിച്ച് വന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നേരം കിട്ടുള്ളൂ, സ്ത്രീകൾക്ക് നേരം കിട്ടുള്ളൂ. ഈ അധ്വാനിക്കാൻ പോകുന്ന സ്ത്രീകളുടെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനപ്പോഴാണ് സമയം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ രാത്രിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊന്നും മറ്റൊരാൾക്ക് കാണാനോ കേൾക്കാനൊന്നും പാകത്തിന് അല്ല ചെയ്യണത്. പിന്നെ ഒന്നിനും പോകാത്ത ആൾക്കാർ, വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാർ 10 ഏക്കർ പറമ്പുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നേരം ലോഹറിന് മുന്നേ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാര കുപ്പായൊക്കെ ഇട്ടിട്ട് അവർ 10 ഏക്കർ പറമ്പിലൊക്കെ നടക്കും. അടക്ക വീണുണ്ടാ, തേങ്ങ വീണുണ്ടാ, മാങ്ങ പൂത്തുണ്ടാ, പിന്നെ വല്ലതിൻ്റെയും കട ഉണങ്ങി കിടക്കണ്ട, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണത് അപ്പോഴാണ്. ഈ നിസ്കാരക്കുപ്പായ ഇട്ടിട്ടാണ്. എന്നിട്ട് ലോഹറ് വാങ്ങി കൊടുക്കണ കേൾക്കുമ്പോൾ അവിടെ നിന്ന് കയറി വന്ന് നിസ്കരിക്കുക, എന്നിട്ട് വീണ്ടും അതിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തോട്ട് നടക്കുക. വീട്ടിലിരിക്കണവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോൾ അതെല്ലാവരും കാണും. അപ്പോൾ അവരത് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ ഈ അധ്വാനിക്കാൻ പോകുന്ന സ്ത്രീകൾ ലോഹറിൻ്റെ നേരത്തും അസറിൻ്റെ നേരത്തും മഗ്‌രിബിൻ്റെ നേരത്തും നമ്മൾ മറ്റൊരാളുടെ കീഴിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്കിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ അധ്വാനിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പം അതൊന്നും ആരും കാണൂല. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടണമെന്ന് പറഞ്ഞത് അതിനിപ്പോൾ ഒരു സമയമൊന്നുമില്ല. എപ്പോഴാണോ സമയം കിട്ടണത് അതും അതുപോലെ തന്നെ ചെയ്യണത്. നമ്മൾ നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അധ്വാനിക്കാൻ പോണ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനും ചിലപ്പോൾ ഇങ്ങനെ വഴി കൂടെ നടന്നു പോണ സമയത്താവും നമ്മളൊരു വീഡിയോ എടുക്കുക. അപ്പോൾ നമുക്ക് ടൈമുള്ളൂ, അപ്പോൾ എടുക്കും, നമ്മളത് വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിനൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. ഒരാൾക്ക് നിസ്കരിക്കാൻ എത്ര സമയം വേണം, അത്ര സമയം പോലും നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ട. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് പോലെ തന്നെ വീഡിയോ എടുക്കാനും സമയം കണ്ടെത്തണം. നമ്മുടെ മനസ്സിലെന്താണോ തോന്നി ആ സമയത്ത് നമ്മുടെ കണ്ണിലെന്താണോ കാണുക, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടിച്ച് അതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കണം, അത്ര ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് മജ്‌ലിസും നടത്താനിപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആ വഴിയിലൂടെ പോകുമ്പോൾ എന്നോട് ചോദിച്ച ആൾക്ക് മാത്രമല്ല കേട്ടോ, അങ്ങനെ പലരുടെയും മനസ്സിൽ ചിലപ്പോൾ ആൾക്കാരുണ്ട്. 1000
അല്ല 1K ഒക്കെ വ്യൂസ് കണ്ടതൊക്കെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫുള്ള് വീഡിയോസൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 2 മിനിറ്റൊക്കെ ചിലപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുള്ളൂ. അത് ബാക്കിയുള്ളത് കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാവുമല്ലോ. ഈ നേരം അവൾക്കിരുന്ന് 10 ദിക്റല്ലി കൂടെ എന്നുള്ള ചോദ്യം ആളെന്നോട് ചോദിച്ച പോലെ അങ്ങനെ കണ്ടവർക്കൊക്കെ ചിലപ്പോൾ ആ ഒരു ചോദ്യം അവരുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ എന്നെ കാണാത്തതുകൊണ്ടാവും ചോദിക്കാത്തത്, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാവും ചോദിക്കാത്തത്. ചോദിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അങ്ങനെ ചോദിക്കണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ വീഡിയോസ്, ഞാൻ ഇടുന്ന വീഡിയോസ് ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത്. കമൻറ്റ് അല്ല ലൈക്ക് വരുന്നില്ല, അതേപോലെ കമൻറ്റും വലിയ കാര്യമായിട്ട് വരുന്നില്ല. 1-2 കമൻറ്റൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ വ്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ 1K ഒക്കെ കാണുന്നുണ്ട് ചില വീഡിയോസൊക്കെ. ആരൊക്കെ കണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളോട് അങ്ങനെയെങ്കിലും നമ്മൾ പരിഹസിച്ചിട്ടേലും കളിയാക്കിയിട്ടേലും ആരെങ്കിലും ചോദിച്ചാലാണ് എനിക്കറിയാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണവർ കാണുമ്പോൾ ചോദിക്കുക, അല്ലാത്തവർ കമൻ്റ് ഇട്ട് ചോദിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയണം. എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോ അല്ല, ഇന്ന് നട്ടുച്ചയായി, സമയം കുറേ ആയി, രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വെറും 6 മിനിറ്റ് 7 മിനിറ്റ് ആയിട്ടുള്ളൂ എൻ്റെ വീഡിയോക്ക് ഇന്ന് ലെങ്ത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഓക്കെ.